ഹായ് എവർ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനാണ്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. ഞാനിവിടെ ചിക്കൻ 2 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്. ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൈമ അരിയാണ്. ഇത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കണം. ഞാനിവിടെ 1 കിലോ അരിൻ്റെ ഒരു പാത്രത്തിൽ ഞാൻ അരി അളന്നെടുക്കുകയാണ്. ഈ പാത്രത്തിൽ 1 കിലോ അരി പിടിക്കാണ്. ഇതിനൊന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കണം. നന്നായിട്ട് കഴുകി വെച്ചാൽ മതി. കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചാൽ മതി. ഞാനൊരു മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ചിക്കൻ ഫ്രൈ ആയി വരുമ്പോഴത്തേന് ഞാനിവിടെ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കി എടുക്കുകയാണ്. കുരുമുളക്, വലിയ ജീരക, മല്ലി, ഗരം മസാല, പിന്നെ സബ്ജീരക ഇതെല്ലാം വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. വറുത്തെടുത്ത് പൊടിച്ചെടുക്കുകയാണ് അതിന്. ഇപ്പോൾ ഇവിടെ ചിക്കൻ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. രണ്ട് മണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഫ്രൈ ആയിട്ടെല്ലാം വന്നിട്ടുണ്ട്. അതിനൊരു പ്ലേറ്റിലേക്ക് കോരി കൊടുക്കുകയാണ്. അതേ എണ്ണ കൊണ്ട് ഞാനിതിലേക്ക് സവാള ഒരു 4-5 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. സവാള ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേന് ഞാനിതിലേക്ക് വേണ്ടി ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കി എടുക്കുകയാണ്. ഒരു 2 ടീസ്പൂണ് വെള്ള കസ്കസ്, ഒരു 10-20 കാഷ്നട്ട്, എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്, പിന്നെ മല്ലി, പുതിന ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് 3 തക്കാളി ചേർത്ത് ഇതെല്ലാം ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേന് ഞാനിതിലേക്ക് ഈ വറുത്ത് പൊടിച്ച് വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്താൽ മതി. മസാല റെഡിയായിട്ട് വരുമ്പോഴത്തേന് ഞാനിവിടെ വെള്ളം തിളക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. പാത്രത്തിലാണ് അരിയെടുത്തത് അതേ പാത്രത്തിൽ 2 പാത്രം വെള്ളം വെച്ചാൽ മതി. പിന്നെ ഇത് മസാല എല്ലാം അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മസാല ഒന്ന് പച്ചമണം പോകുന്നവരൊന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്തതിന് ശേഷം ഈ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അടച്ച് വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഞാനൊരു പാത്രത്തിൽ നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾക്ക് ആവശ്യമുള്ള നെയ്യ് ചേർത്താൽ മതി. കൂടുതലും നെയ്യൊന്നും ആവശ്യമില്ല. വെള്ളം തിളക്കുമ്പോഴത്തേന് ഞാനിതിലേക്ക് പട്ട, കറാമ്പ്, ഏലക്ക ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും. നെയ്യൊക്കെ ചൂടായി വരുമ്പോഴത്തേന് ഞാനിതിലേക്ക് 1 സവാളയാണ് ഇതിലേക്ക് അരിഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് സബ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ഊറാൻ വെച്ചിട്ടുണ്ട്. അരിൻ്റെ വെള്ളം ഒന്ന് ഊറിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്.
അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം അരി ഒന്ന് അരിപ്പയിൽ ഊറാൻ വെക്കണം. അത് ഡ്രൈ ആയി കിട്ടണം. അപ്പോൾ ചോറൊന്നും ഒട്ടി പിടിക്കാതെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സവാള ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കാഷ്നട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, അണ്ടിപ്പരിപ്പും. ഇതൊന്ന് ബ്രൗൺ കളർ ആയതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ ചോറൊന്ന് 3/4 വെന്ത് കിട്ടിയിട്ടുണ്ട്. കൂടുതലൊന്നും വെന്തിട്ടില്ല. ഞാനൊരു സ്റ്റീൽ പാത്രത്തിലാണ് ദമ്മിട്ട് വെക്കുന്നത്. മസാല ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ചോറ് ഇട്ട് കൊടുക്കുകയാണ്. ചോറ് 3/4 മാത്രമേ വെന്തിട്ടുള്ളൂ. ബാക്കി ദമ്മിൽ വെച്ചാൽ മതി, വെന്ത് കിട്ടുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഫ്രൈ ആക്കി വെച്ച നെയ്യിൽ ഇതൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കാഷ്നട്ടും സവാളയും ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്ത് അതേ നെയ്യ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടി കുക്കുംബറാണ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ബിരിയാണിയുടെ ഒരു നല്ലൊരു സ്മെല്ല് കിട്ടാറുണ്ട് ദമ്മിൽ വെച്ചാൽ. പിന്നെ ബിരിയാണി മസാല പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ചൂടായ ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഒന്ന് ചൂടാൻ വെക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതൊരു 20 മിനിറ്റ് ദമ്മിൽ വെക്കണം. ഇപ്പോൾ ഇവിടെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടും നല്ലൊരു സ്മെല്ലും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വളരെ സിമ്പിൾ ഉണ്ടാക്കുന്നൊരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്.